കാളികാവിൽ ഗഫൂറിനെ ആക്രമിച്ചത് വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവയെന്ന് സ്ഥിരീകരണം. ഗഫൂറിനെ ആക്രമിച്ച തോട്ടത്തിൽ ഇന്നലെ രാത്രി 12:30 കടുവ എത്തിയതായും വനം വകുപ്പ്. തോട്ടത്തിന് സമീപം സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതായി വൈൽഡ് ലൈഫ് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയ പറഞ്ഞു. നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിനിടെ നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിനെ സ്ഥലം മാറ്റിയിരുന്നു. ദൌത്യം പ്രധാന ഘട്ടത്തിലിരിക്കെയാണ് സ്ഥലം മാറ്റമുണ്ടായത്. മൂവാറ്റുപുഴയിലെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം മാറ്റമെന്നാണ് ഉത്തരവിൽ വനംവകുപ്പ് പറയുന്നത്. ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന നിലമ്പൂർ DFOയെ സ്ഥലം മാറ്റിയത് ദൌത്യത്തെ ബാധിക്കുമെന്നും കടുവയെ ട്രാക്ക് ചെയ്യുവാനുള്ള നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നും അരുൺ സക്കറിയ കൂട്ടിച്ചേർത്തു. മലയോര മേഖലയായ കാളികാവിനടുത്ത് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാട് മലയിലെ റബ്ബർ തോട്ടത്തിൽ വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയാണ് കടുവ ഒരാളെ കൊന്നു തിന്നത്. കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. സഹതൊഴിലാളി അബ്ദുൾ സമദ് കണ്ടുനിൽക്കെ കടുവ ഗഫൂറിനുമേൽ ചാടി വീണ് കടിച്ചു വീഴ്ത്തി വലിച്ചിഴക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6 ഇരുവരും തോട്ടത്തിലെത്തി. ഒരേ നിരയിൽ മുന്നിലും പിന്നിലുമായി നിന്ന് റബ്ബർ ടാപ്പ് ചെയ്യുകയായിരുന്നു. സുഹൃത്തുക്കൾ ചേർന്ന് സ്ലോട്ടർ ടാപ്പിങ്ങിനെടുത്തതാണ് തോട്ടം. കുറച്ചു മരം ടാപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ പൊടുന്നനെ പിന്നിൽ കടുവയുടെ മുരൾച്ചയും ഗഫൂറിന്റെ നിലവിളിയും കേട്ടതായി സമദ് പറയുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ കടുവ ഗഫൂറിന്റെ പിൻകഴുത്തിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടതെന്നും സുഹൃത്ത് പറഞ്ഞു. ഈ ചാനൽ കാളികാവ്. ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോണ്ടാക്ട് ലെൻസ്, പ്രോസ്തറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ? ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലേക്ക് എത്താൻ പറ്റൂല്ലേ? അപ്പോൾ ചോദിച്ചിരുന്നു ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണെന്ന്. അതിന് നമ്മുടെ ഇസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സൊക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇസ്ലാം എന്ന ബെസ്റ്റ്.